ആ ലെവല് വെച്ച് നോക്കുകയാണെങ്കിൽ വിട്ടു ഒരു സാധനം കിട്ടാൻ ഈ വിഷയത്തിൽ ഇവർ എത്രമാത്രം പ്രാഗൽഭ്യമുള്ളവരാണെന്ന് ഈ വീഡിയോയിലൂടെ കഴിയുന്നതോടെ നമുക്ക് മനസ്സിലാവും. ഞാൻ കണ്ടു അതെനിക്കറിയാം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ബിനമാസ് കിച്ചൺ. എന്തൊക്കെയുണ്ട് വിശേഷം? നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. ഞങ്ങളും ഇവിടെ അടിപൊളിയായി സൂപ്പർ ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ തംബ്നെയിലിൽ കണ്ടതുപോലെ തന്നെ കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവർ രണ്ടുപേരും ഇവിടെ കൊണ്ടുപോയി ഇരുത്തിയിട്ടുള്ളത്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളെ ഫീമെയിൽ പ്രൊഡക്ട്സ് ആണ് ഞാൻ ഇവരെ രണ്ടുപേരെയും കൊണ്ട് ഗസ് ചെയ്യിപ്പിക്കാൻ പോകുന്നത്. ഈ സ്ത്രീ വിഷയത്തിൽ ഇവർ എത്രമാത്രം പ്രാഗൽഭ്യമുള്ളവരാണെന്ന് ഈ വീഡിയോയിലൂടെ കഴിയുന്നതോടെ നമുക്ക് മനസ്സിലാവും. ആദ്യം പ്രൊഡക്ട്സ് കാണിച്ചു തരും. അതിനകത്ത് അറിയെങ്കിൽ പറയാം, നിനക്ക് അറിയില്ലെങ്കിൽ സായുജ് ഉത്തരം പറയാം, സായുജിന് അറിയില്ല നിനക്ക് ഉത്തരം പറയാം, എന്തെങ്കിലും ഒന്ന് പറയണം. പക്ഷെ അപ്പൊ ഗൈസ് ഞാനൊരു 10 പ്രൊഡക്റ്റ് എടുത്തു വെച്ചിട്ടുണ്ട്. ഇവരെ ആരെയും കാണിച്ചിട്ടില്ല. സായുജ് അതിനിടയിൽ ഏതോ ഒരു പ്രൊഡക്റ്റ് മാത്രം ഞാൻ ഫോൺ പിടിച്ച് പോകുമ്പോ കണ്ടിട്ടുണ്ട്. പക്ഷെ അത് മനസ്സിലായിട്ടില്ല എന്നാണ് പറഞ്ഞത്. കൗതുക ലേശം കൂടുതലാണ്. ആ ലെവല് വെച്ച് നോക്കുകയാണെങ്കിൽ വിട്ടു ഒരു സാധനം കിട്ടാൻ വെറുതെ പറയാം, ഇവർക്ക് എല്ലാ പ്രൊഡക്റ്റും അറിയാം ശരിക്കും പറഞ്ഞാല്. അപ്പൊ നമുക്ക് വീഡിയോ മിന്നിച്ചേക്കണേ. ആദ്യത്തെ പ്രൊഡക്റ്റ് ആണ് ഞാൻ എനിക്ക് കാണിച്ചു കൊടുക്കാൻ. ആർക്കും ആദ്യം വേണ്ടേ? നിങ്ങൾ കാട് കയറി ഇങ്ങനെ ചിന്തിച്ചത് കൈന്റെ വിരലിടുന്ന പോലത്തെ സാധനം തോന്നുന്നുണ്ടോ? രണ്ട് വിരലിട്ട് ഇതൊക്കെ ഏടുന്ന് കൊണ്ടുവരുന്നു. ഇതിന്റെ അകത്ത് എന്തോ സ്റ്റോർ ചെയ്യുന്ന ഒരു കമ്പാർട്ട് ഇതുപോലെ ഉണ്ട്. നമ്മളെ ക്യാമറമാൻ ചുണ്ടനാണ്. ചുണ്ടനെ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. നമ്മുടെ ബാംഗ്ലൂർ ടു കേരള വ്ളോഗിന്റെ അത് ചുണ്ടന്റെ വീട്ടിലേക്ക് 2 മിനിറ്റേ ഉള്ളൂ 3 മിനിറ്റേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എൻ്റെ ഒരു അടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ചുണ്ടൻ ഇന്ന് നമ്മളെ കൂടെയുണ്ട്. പക്ഷെ അവൻ ക്യാമറയിലേക്ക് വരുന്നില്ല, കുറെ വിളിച്ച് വരുന്നില്ല. അപ്പൊ പുറകിലുള്ള ചുണ്ടൻ അറിയാമോ ഇത്? ശരിക്കോ? നീ പറ. A few moments later. എന്തെങ്കിലും ഗസ് ഉണ്ടോ? പറ. നെയിൽ പോളിഷ് ഒക്കെ ഇടുമ്പോ ഷേപ്പ് ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സാധനമാണ്. അല്ല ഞാൻ പറഞ്ഞതാണെങ്കിൽ നമുക്ക് കുറച്ച് ക്ലോസ് ആയിട്ട് വന്നിട്ടുണ്ട്. അതായത് നമുക്ക് ഫിംഗേഴ്സ് നെയിൽ പോളിഷ് ഇടുന്ന സമയത്ത് ഫിംഗേഴ്സ് ഇങ്ങനെ വെച്ചിട്ട് ഒരു പോർഷനില് നെയിൽ പോളിഷിന്റെ ബോട്ടിൽ വെക്കും. ഇതിനിങ്ങനെ ഇതിന്റെ ഉള്ളിലേക്ക് കയറ്റിട്ട് ഇവിടുന്ന് നെയിൽ പോളിഷ് എടുത്ത് നമ്മളിങ്ങനെ അപ്ലൈ ചെയ്യും. അതാണ് ഗൈസ്, ഇതിനകത്തുള്ള ഒരു പ്രൊഡക്റ്റും ഞാൻ യൂസ് ചെയ്യുന്നില്ല. അങ്ങനെ ഒരു പ്രത്യേകത ഇതിനകത്ത് നിങ്ങൾ രണ്ടുപേരും ഉത്തരം പറഞ്ഞില്ല. കറക്റ്റ് പറയണം. അങ്ങെന്തോ പ്രസ് ചെയ്യുന്നൊക്കെയാണ്. അടുത്ത സാധനം കാണിക്കട്ടെ. പറഞ്ഞോ. നമ്മളെ ഇതില്ലേ കൺപീലി, കൺപീലിന്റെ പ്രസ് ചെയ്യുന്ന സാധനമാണ്. ആർട്ടിഫിഷ്യൽ പീലി വെക്കൂലേ? നമ്മളെ ആർട്ടിഫിഷ്യൽ ഇത് വെക്കൂല. അപ്പൊ നമ്മളെ കൈ കൊണ്ട് വെക്കുമ്പോ ചിലപ്പോ പെർഫെക്റ്റ് ആയിട്ട് വെക്കാൻ പറ്റൂല. അതിന് പകരം പിന്നെ ഇതിന്റെ മുകളിൽ വെക്കും. ഞാൻ അതാ ഞാൻ ചോദിക്കുന്നത്, എനിക്കൂലും അറിയില്ലായിരുന്നു. നീ അറിഞ്ഞാ ഞാൻ പെട്ടു. അളിയാ, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഞാൻ പറഞ്ഞു ഇത് ഞാൻ കണ്ടത് ഇടുന്ന അറിയാം. ഒരു പെണ്ണുണ്ട്, അവളെ പേര് ഞാൻ പറഞ്ഞു. അവള് മേക്കപ്പ് വീഡിയോസ് ഒക്കെ ചെയ്യുന്ന, അവളിത് യൂസ് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട് ഒരു വീഡിയോ. ഇതിന്റെ പേര് ഐലാഷ് ആപ്ലിക്കേറ്റർ എന്നോ അങ്ങനെ എന്തോ ആണ് ഇതിന്റെ പേര്. ഓക്കെ ഗൈസ്, അപ്പൊ ഇതിനകത്ത് മിട്ടുവിനെ കിട്ടിയില്ല, പങ്കുവിനെ കിട്ടി. മാരീഡ് ആണെന്നുണ്ടോ? ഞാനൊന്നും പറയുന്നില്ല. പ്രൊഡക്റ്റ് കാണിക്കാം. ഇത് എനിക്കറിയാം. ഇങ്ങനെയുള്ള പ്രൊഡക്റ്റിന്റെ ഭയങ്കരമായിട്ട് അറിയാൻ പറ്റും. ഈ ക്ലിപ്പിന് അറിയില്ല, ഇങ്ങനത്തെ നല്ലോണം അറിയാം. ചുണ്ടനും കൂടി കാണിച്ചു കൊടുക്കട്ടെ. ചുണ്ടൻ പറയുന്നു.
അല്ല മമ്മി പറ. അല്ല ഇവൻ പറയട്ടെ എന്നിട്ട് ഞാൻ ആലോചിക്കണം. നിപ്പിൾ കവർ ചെയ്ത സാധനം. Yes. Oh shit man, I didn't ആ, know. അപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ഈ മങ്കൂന്ന് പറഞ്ഞു അതെന്താ കണ്ണില് വീഴുന്നത് ഇതോ എന്താ പറഞ്ഞറിയോ, സ്ത്രീകളുമായിട്ട് ബന്ധമൊന്നും ഇല്ലാത്തോണ്ട് അറിയില്ല. ഇതറിയാം. മാരീഡ് അല്ലാത്തത് കൊണ്ട് എനിക്ക് അറിയില്ല എന്നാണ് ഗൈസ് പറഞ്ഞത്. അയ്യോ ഞാൻ ബാച്ചുലറാ. അറിയാം, മനസ്സിലായി. ഗൈസ് ഒന്ന്. ഒന്ന് നമ്മളിത് നിങ്ങൾക്ക് ഇവരോട് ചോദിക്കുന്ന പോലെ തന്നെ ഞാൻ ചുണ്ടന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അവന് ഇതുവരെ ഒന്ന് മാത്രമേ കറക്റ്റ് ആയിട്ട് പറഞ്ഞുള്ളൂ, ബാക്കി രണ്ട് കിട്ടിയിട്ടില്ല. ഈ സാധനം നമ്മുടെ നിപ്പിൾ പാഡാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഞാൻ ഇതില് ഇവര് ജെൻസാ അല്ലെങ്കിൽ ബോയ്സ് ഇതിനെ പറ്റി അറിയുന്നത് ഒരു മോശം കാര്യമാണെന്നല്ല ഞാൻ പറയുന്നത്. ഇത് നമുക്ക് ജസ്റ്റ് ഒരു ഫൺ അത്ര മാത്രമേ ഉള്ളൂ. പക്ഷെ ഇവരും ഇതിനെ പറ്റി അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. പക്ഷെ ഞാൻ പോലും ഈ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഈ ഒരു വീഡിയോന് വേണ്ടി നോക്കിയപ്പോഴാണ് ഇങ്ങനെ ഫീമെയിൽ പ്രൊഡക്ട്സ് ഉണ്ട് എന്നുള്ളത് മനസ്സിലായത്. കുറച്ച് പ്രൊഡക്ട്സ് ഒക്കെ എനിക്കറിയാം, ബാക്കിയുള്ള പ്രൊഡക്ട്സ് ഒക്കെ ഈ നിപ്പിൾ പാഡ് ഒന്നും ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടൊന്നുമില്ല. അപ്പൊ ഫസ്റ്റ് ടൈം ആണ് കാണുന്നത്. അപ്പൊ ഇവർ അറിയുന്നത് കൊണ്ട് പ്രശ്നമുണ്ട് എന്നല്ല, വെറുതെ ഒരു രസം. അപ്പൊ അടുത്ത പ്രൊഡക്റ്റ് വിട്ടു പറയട്ടെ. ചുണ്ടെന്ന് അറിയാവാ? ഇല്ല മാരീഡ് അല്ലാത്തോണ്ട് ചിലപ്പോ പറയാൻ പറ്റില്ല. കയ്യിൽ തന്നെ ഇടുന്ന ഒരു സാധനമാണെന്നാണ് എന്റെ ഇത് കറക്റ്റ് ആണെങ്കിൽ അന്ന് കയ്യിൽ തന്നെ ഇടുന്ന സാധനം അത് ഒരു പർപ്പസിന് ഉപയോഗിക്കുന്നതാണ്. നമ്മൾ ഇത് കുറച്ചു മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് എന്നാണ് എന്റെ ഒരു അഭിപ്രായം. കറക്റ്റ് ആണെങ്കിൽ നെയിൽ പോളിഷ് ഇടുമ്പോ കാലിന്റെ അകത്തുള്ള നെയിൽ പോളിഷ് ഇട്ടതിന് ശേഷം കാലുകൾ തമ്മിൽ നമ്മളിപ്പോ നടക്കുമ്പോ തട്ടിപ്പോല്ലേ, അതിന് പകരം അത് ഇതാവാൻ വേണ്ടിട്ടുള്ള സാധനം ടോ സെപ്പറേറ്റർ എന്നാണ് ഇതിന്റെ പേര്. അപ്പൊ രണ്ട് കൊള്ളാട്ടെ. ഞാൻ വിചാരിച്ച മങ്ങു ഒന്നും പറയൂല. ഹാഫ് കൊടുക്കണം എനിക്ക് തരുന്ന പോയിന്റ് അറിയില്ല മൊത്തം കുറച്ച് കട്ടിയുള്ളത് തരും. ഗൈസ് അടുത്ത നമ്മുടെ പ്രൊഡക്റ്റ് കൊറേ സമയം കൊടുക്കാൻ പാടില്ല അല്ലെ? കൊറേ സമയം കൊടുക്കുമ്പോഴാണ് ഗസ് ചെയ്യുന്ന അത്ര മതി. എന്താ ചുണ്ട അമ്പലത്തില് പായസം കൊടുക്കുന്ന പാത്രം പോലെ ഞാൻ പറഞ്ഞ മറ്റേ ഈ ബേബി പൗഡറിൽ ഇങ്ങനെ യൂസ് ചെയ്യുന്നുണ്ടല്ലേ, ബേബി പൗഡറിൽ ഇങ്ങനെ യൂസ് ചെയ്യുന്നുണ്ടല്ലേ അല്ലേ, അതുപോലെ ഇങ്ങനെ തട്ടുന്നില്ലേ അല്ലേ? ഇത് സ്റ്റേ ഫ്രീ പാഡാണോ? ടൈപ്പ് പോലെ തോന്നുന്നില്ല. ഒരു ചാൻസ് കൂടി തരൂ പ്ലീസ്. അത് കഠിനമായി നോക്കുന്നത് കണ്ടപ്പോ ഞാൻ കഴിഞ്ഞ അല്ലെങ്കിൽ വേർപ്പ് വലിച്ചെടുക്കാനുള്ള എന്തെങ്കിലും സാധനമാണോ, അതായത് നമ്മൾ ഇതിന്റെ കക്ഷത്തിലെങ്ങാനും വെക്കുന്ന എന്തെങ്കിലും സാധനമാണോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. How's that? അത് ഗസ് ചെയ്തതാ. ഞാൻ ആദ്യം ഇതിനെ പറ്റി അറിയുന്നത് ശരണ്യ നന്ദകുമാർ എന്ന് പറയുന്ന ഒരു യൂട്യൂബർ ഇതിനെ പറ്റി വീഡിയോ ചെയ്തപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഈ സാധനം ഉണ്ടെന്ന് കാണുന്നത്. അതും ഞാൻ ഇപ്പൊ അടുത്ത് റീസെന്റ് ആയിട്ട് കണ്ട വീഡിയോന്റെ അതുള്ളതാ. ഞാൻ എന്താ ഗസ് ചെയ്യാൻ കാരണം ഞാൻ പറയട്ടെ. എനിക്ക് വല്ലാതെ ഏതോ ബ്യൂട്ടി വ്ളോഗറുമായിട്ട് കണക്ഷൻ ഉണ്ടോ എന്തോ വരാൻ പോകുന്നു എന്റെ മനസ്സ് പറയുന്നു. ആ ഷേപ്പില്ലേ ഒരു ഹിഞ്ച് ഉണ്ട്, അപ്പൊ നമ്മളിങ്ങനെ കക്ഷത്തിൽ ഇങ്ങനെ മടക്കി വെക്കുന്നതാണോ എന്നൊരു ഡൗട്ട്. പക്ഷെ ശരിക്കും ഇത് ആദ്യം കാണുമ്പോ നമുക്ക് സാനിറ്ററി പാഡ് പോലെല്ലാം തോന്നും. ഇപ്പൊ 3-1 സ്കോർ. അതെനിക്കറിയാം. ടൈപ്പ് ഓഫ് സാനിറ്ററി പാഡ് എടാ ഇവർക്ക് എന്നേക്കാളും വിവരമുണ്ട് കേട്ടോ ഫീമെയിൽ പ്രൊഡക്ട്സിൽ. ഞാൻ എനിക്കിതൊന്നും അറിയില്ല. ഞാൻ ഈ വീഡിയോന് വേണ്ടി റെഫർ ചെയ്തപ്പോഴാണ് ഈ സാധനത്തിന്റെ പേര് അറിയുന്നത്. അങ്ങനെ പരിപാടി അങ്ങനത്തെ കാര്യങ്ങളിലോ ഇൻസ്റ്റയിലൊക്കെ കാണിക്കല്ലോ ഇതിങ്ങനെയാണ് ഇങ്ങനെ. ഞാനും പറഞ്ഞില്ലേ ഫോണില് ഞാൻ
ചോദിക്കാൻ പോകുന്ന പ്രൊഡക്റ്റിന്റെ ഫോട്ടോ നമ്മളെ അടുത്ത പ്രൊഡക്റ്റ് ക്ലീവേജ് കാണാണ്ടൊക്കെ കവർ ചെയ്യുന്ന ഡ്രസ്. ഡ്രസ് ഇങ്ങനെ താഴെ പോകുമ്പോ ഇത് നമുക്ക് ഇങ്ങനെ ഉള്ളിൽ വെച്ച് ഷിമ്മീസ് അല്ലെങ്കിൽ ഇതിനോട് ക്ലിപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാല് ഈ ഭാഗം ഇങ്ങനെ കവർ ആവും. ഓക്കെ, അടുത്ത നമ്മളെ പ്രൊഡക്റ്റ് ഞാൻ കണ്ടത്, പക്ഷെ എന്നാ എനിക്ക് മനസ്സിലായില്ല. സംഭവം മനസ്സിലായി, എന്താ പറയാന്ന് എനിക്കറിയില്ല. അതാണോ വിട്ടു? ആണല്ലേ, ഞാൻ പറഞ്ഞ വൈബ്രേറ്റർ കൈൻഡ് ഓഫ് ഒരു സാധനമാണ്. ശരിക്കും അതിന്റെ പേരെന്താ അറിയില്ല, റിമോട്ട് കൺട്രോളിൽ വർക്ക് ആകുന്നത് എനിക്കറിയാം. ഈ ഫോട്ടോയിൽ റിമോട്ട് അറിയാൻ കൊടുത്തിട്ടുണ്ട്. ഇത് വൈബ്രേറ്റർ ആണ്. ഇങ്ങോട്ടേക്ക് നോക്കുന്നുണ്ട്. അടുത്ത നമ്മളെ സാധനം This is used to urinate. ഇത് മെൻസ്ട്രൽ കപ്പ് അല്ല, യൂറിനേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു. എങ്ങനെ യൂറിനേറ്റ് ചെയ്യാം? അത് എന്താ ഞാൻ അല്ല അതിൽ തന്നെ ഇതൊരു വജൈനൽ ഷേപ്പ് ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇതൊക്കെ എന്ത് നമ്മളിപ്പം സ്ത്രീകളെല്ലാം പോകുമ്പോ ചിലപ്പം വൃത്തിയില്ലാത്ത ബാത്റൂമോ അല്ല ഇരുന്നിട്ട് നമുക്ക് കാര്യം സാധിക്കാൻ പറ്റുന്നില്ല എന്നാണെങ്കിൽ ഈ ഒരു സാധനം വെച്ചിട്ട് നിന്നിട്ട് തന്നെ നമുക്ക് യൂറിൻ പാസ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയുള്ള സാധനം നിന്നിട്ടാണ്. അടുത്തത് ഓക്കെ, ഒരു രക്ഷയില്ല. കഴുത്തിന് കഴുത്തിന് എന്തോ ഇട്ടിട്ടുള്ള ഒരു സാധനമാണ് എന്റെ ഒരു ഗസ്. രണ്ടുപേരും തോറ്റിരിക്കുകയാണ് ഗൈസ്. ഈ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ്. ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വരും, വലിച്ചു കഴിഞ്ഞാല് നമ്മള് അതിന്റെ ഉള്ളിൽ കുടുങ്ങിയിട്ട് ഫേഷ്യൽ ഹെയർ റിമൂവർ എന്നാണ് ഇതിന്റെ പേര്. എന്നാ മോനെ ഇത് അടുത്ത സാധനം പറമിട്ടു ഇങ്ങനെ ആലോചിച്ചിരിക്കാണ്ട് പറ. ജോയിന്റ് ആയിടാ കുഷൻ ടൈപ്പ് പോലെ. കുഷൻ ഇത് ആക്ച്വലി എന്താണ്, മെഴുകാണോ അല്ലെങ്കിൽ സ്പോഞ്ച് ആണോ എന്ന് മനസ്സിലാവും. സ്പോഞ്ച് കുഷൻ ഞാൻ തോറ്റിരിക്കുന്നു. ഇത് നമ്മളെ ഹെയർ കേൾ ചെയ്യുന്ന സാധനം. ഇതിനകത്ത് ഇങ്ങനെ നമ്മള് സിനിമയിലെല്ലാം കാണില്ലേ, ഇതിനകത്ത് കേൾ ആവാൻ വേണ്ടിട്ട്. ഓക്കെ, അടുത്ത സാധനം. പിന്നെ ഇത് അടുത്ത സാധനം നമ്മ കാണിച്ചു തരുന്നത് എന്താണെന്ന് പറയണം കേട്ടോ. ഓക്കെ, ഇതെന്താണെന്ന് ഇത് ഞാൻ പറഞ്ഞതാ. ഞാനിത് കാണാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ മുഖത്ത് ഇങ്ങനെ ചെറിയ ചെറിയ കുരു വന്നിട്ടുണ്ട്. വാക്യൂം ക്ലീൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റ്. നീ പറ. അന്നോട് അല്ലിയല്ലേ സാധനമാണ് ഫിൽഡ് ലിപ്സ് ആയിട്ട് കാണിട്ട് ശകലകലാവല്ലഭൻ സബ് ചെയ്ത് ഇങ്ങനെ പഠിക്കുന്നതുകൊണ്ട് ഇത് നമ്മളെ ലിപ് പ്ലംബിംഗ് എന്ന് പറയുന്നത്. ലിപ്പ് കുറച്ചും കൂടി ഇങ്ങനെ എൻഹാൻസ്ഡ് ആയിട്ട് കാണാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്ന സാധനം. എന്തൊക്കെയായിരുന്നു എല്ലാം ചുറ്റിപ്പോയി. ഞാൻ ഇങ്ങനെയല്ല ഇതിനെ എക്സ്പെക്ട് ചെയ്തത്. കാരണം എന്താണെന്ന് വെച്ചാല് ഇന്നലെ നമ്മള് ഇതിനെപ്പറ്റി സംസാരിച്ചപ്പോ മേക്കപ്പ് ബ്ലെൻഡ് ചെയ്യുന്ന ഇതുണ്ടല്ലോ, ബ്യൂട്ടി ബ്ലെൻഡർ, അതിന്റെ ഫോട്ടോ കാണിച്ചു കൊടുത്തപ്പോ സാധിച്ചു ഭയങ്കര വിയേർഡ് ആയിട്ടുള്ള ഉത്തരമെല്ലാം പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ച് ഇവർക്ക് ഇതിനെ പറ്റിട്ട് ഒരു വിവരമില്ല, അപ്പൊ ഞാൻ തന്നെ രാജാവ് എന്ന് വിചാരിച്ചിട്ട് വന്നേ ഗൈസ്. പക്ഷെ എന്നേക്കാളും നല്ല അറിവുണ്ട് രണ്ടുപേർക്ക്. പിന്നെ ഇവൻ മാരീഡ് അല്ലാത്തതുകൊണ്ട് ഇവർക്ക് നല്ല അറിവുണ്ട്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. ഞാൻ ഇത് കൂടെ ഇങ്ങനെ ഓടി കളിക്കുന്നവരെ പിടിച്ചു വെക്കാൻ നമുക്ക് പറ്റുന്നില്ല, ഭയങ്കര കളിയാണ്. അപ്പോ ഇത്രയുള്ള ഗൈസ്. അപ്പോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പൊ ഇത്രയും. ബൈ ബൈ. താങ്ക് യു. ബൈ അടുത്ത് പോയിട്ട്